നമുക്കറിയാം അമ്മ എന്ന സംഘടന, സിനിമാ താരങ്ങളുടെ ആ സംഘടനയിൽ ഉയരുന്ന വിവാദങ്ങൾ മുൻകാലങ്ങളിലും നിരവധി വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ വിവാദങ്ങളിൽ ഏറ്റവും പുതിയതാണ് കഴിഞ്ഞ ദിവസം അൻസിബ ഹസൻ പുറത്തുവിട്ട ചില പരാതികൾ. അൻസിബ ഹസന്റെ ആ പരാതിക്ക് കൂടുതൽ ശക്തി പകരുന്ന തുടർ നീക്കങ്ങളും ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. ടിനി ടോമിനെതിരെയാണ് ആ പരാതി വന്നത്. ടിനി ടോമിനെതിരായ അൻസിബ ഹസന്റെ പരാതി ശരിവെച്ചുകൊണ്ട് നീന കുറുപ്പും രംഗത്ത് വരികയാണ്. ടിനി ടോമിൽ നിന്ന് തനിക്കും മോശം അനുഭവമുണ്ടായി, അമ്മയുടെ കുടുംബ സംഗമ പരിപാടിയിൽ വെച്ച് കയ്യേറ്റ ശ്രമമുണ്ടായി, അസഭ്യം പറഞ്ഞു, അൻസിബയെക്കുറിച്ച് നടത്തിയ മോശം പരാമർശങ്ങൾ താൻ കേട്ടിരുന്നുവെന്നുമാണ് നീന കുറുപ്പ് അമ്മയ്ക്ക് ഈ രേഖാമൂലം നൽകിയ പരാതിയിൽ പറയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ആക്ഷേപമാണ് ഈ പരാതിയിൽ വരുന്നത്. ഇപ്പോൾ നീന കുറുപ്പ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി നീന കുറുപ്പ്, താങ്കൾ എന്നാണ് ഇങ്ങനെ ഒരു പരാതി നൽകിയത്? കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഓക്കെ, യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊക്കെ താങ്കളുടെ പരാതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന, താങ്കൾ ഉന്നയിച്ച ആക്ഷേപം വളരെ ഗൗരവതരമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പരാതിയിൽ എന്തെങ്കിലും നടപടി ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? അതിന് ടൈമിംഗ് ഉണ്ടായിട്ടില്ല, ടൈമിംഗ് കിട്ടിയിട്ടില്ലായിരുന്നു. തീർച്ചയായിട്ടും അത് ടേക്കപ്പ് ചെയ്യും. പക്ഷെ ഇപ്പൊ നമ്മള് വേറെ കുറച്ച് ഇഷ്യൂസിൽ അതിന്റെയൊക്കെ തിരക്കിലായിരുന്നു. ഇപ്പൊ ജനറൽ ബോഡി വരുന്നു, അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇതില് ഞാൻ തന്നെ അത് ഒന്ന് വെയിറ്റ് ചെയ്തോളാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഹോൾഡ് ചെയ്തോളൂ, നോ പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് അൻസിബ ഹസൻ ഇന്നലെ ചില പരാതികൾ പറയുന്നത്. അൻസിബ ഹസൻ ഇന്നലെ ചൂണ്ടിക്കാണിച്ച കാര്യം, നീന കുറുപ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ടിനി ടോമിനെതിരായി എന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ടിനി ടോമിന്റെ ഇത്തരം പരാമർശങ്ങൾ താങ്കൾ കേട്ടിരുന്നോ? ഞാൻ ഈ അസോസിയേഷന്റെ ബൈലോ അനുസരിച്ചിട്ട് നമ്മളൊരു മെമ്പറിനെ കുറിച്ചിട്ട് പുറത്ത് സംസാരിക്കുന്നതിന് മുമ്പേ അസോസിയേഷന്റെ ഉള്ളിലാണ്, ഈ കുടുംബത്തിന്റെ ഉള്ളിൽ തീർക്കണം എന്നാണ് നമ്മുടെ ബൈലോയില് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ബൈലോ നിയമങ്ങളിൽ പാലിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് പുറത്ത് ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അൻസിബ എന്നൊരു കുട്ടി വളരെ സത്യമുള്ളൊരു കുട്ടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. ഇത് നേരിട്ട് താങ്കൾക്ക് ബോധ്യമുള്ള കാര്യം ആണോ? ഞാൻ അല്ലാതെ ഞാനൊരു കാര്യം പറയൂ? നേരിട്ട് ഞാൻ കേൾക്കാത്തതോ കാണാത്തതോ കാര്യം ഞാൻ പറയൂ? സ്വാഭാവികമാണ്. എനിക്കറിയാം, താങ്കളുടെ ബൈലോയിൽ നിൽക്കുമ്പോൾ, സംഘടന നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നതിന് പരിമിതി ഉണ്ടാവും. എങ്കിലും ഈ ടിനി ടോമിനെതിരെ മുമ്പും പരാതികൾ ഉണ്ടായിട്ടുണ്ടോ? താങ്കളുടെ അനുഭവം മാത്രമല്ലാതെ മറ്റ് ആളുകളും ഇത്തരം അനുഭവങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ടിനി ടോം ഞാനുള്ള അസോസിയേഷനിലെ ഒരു മെമ്പറാണ്. ഞാൻ ഭാരവാഹികളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ അമ്മ അസോസിയേഷനിലെ EC മെമ്പറുമാണ്. അപ്പോൾ ഞാൻ ആസ് എൻ EC മെമ്പർ ഐ ഹാവ് ടു റെസ്പെക്ട് ദ ബൈലോസ്. എനിക്കിത് കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് സത്യമാണ്. അൻസിബ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അൻസിബ ഞാൻ പറഞ്ഞല്ലോ, ഷീ ഈസ് എ വെരി ഓണസ്റ്റ് ഗേൾ. അവള് സത്യമേ പറയുള്ളൂ എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഒരു കാര്യം കൂടി, അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഇന്നലെ പറഞ്ഞപ്പോൾ അൻസിബയുടെ ഈ നീക്കത്തിൽ എന്തോ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന സംശയം മുന്നോട്ട് വെച്ചിരുന്നുണ്ട്. അത് ഒന്ന് നിങ്ങൾ ശ്വേതാ മേനോനെ തന്നെ വിളിച്ച് ചോദിക്കണം കേട്ടോ, പ്ലീസ്. ഒരു കാര്യം കൂടി, താങ്കളുടെ പരാതിയിൽ താങ്കൾ പറയുന്നു, ഞങ്ങൾ ആ സെന്റൻസ് പരാതി ഞങ്ങൾ വായിച്ചു. ആ പരാതിയിൽ പറയുന്ന ഒരു കാര്യം, താങ്കൾക്ക് നേരെ കയ്യേറ്റ ശ്രമം, മോശമായ പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ ഒരു കൂട്ടം ആളുകൾ അതിന് സാക്ഷിയായിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അമ്മ അത് വേണ്ടത്ര രീതിയിൽ ടേക്കപ്പ് ചെയ്തില്ല എന്ന ഒരു സ്വാഭാവികമായ സംശയം ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യാൻ പറ്റില്ല. ഐ എം വെരി സോറി. ഞാൻ ബൈലോസ് റെസ്പെക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ആസ് ലോങ് ആസ് ഞാൻ ഈ അസോസിയേഷനിൽ മെമ്പർ ആണെങ്കിൽ ഞാൻ ആ ബൈലോ വഴി തന്നെ മുന്നോട്ടേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇവിടെ ഒരു തീരുമാനം ഇതിനെക്കുറിച്ച് ഉണ്ടായതിനു ശേഷം അനുവാദം വാങ്ങിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, ഡീറ്റെയിൽ ആയി പറയണ്ട, ഞാൻ ചോദിക്കാം, അത് യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാലും മതി. ശ്വേതാ മേനോൻ ഇന്നലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് തന്നെ നേരിട്ട് ബോധ്യമുണ്ടായ ചില കാര്യങ്ങളുണ്ടെങ്കിലും ഒരു വ്യക്തതക്കുറവ്, പറയുന്നതിൽ ഒരു വ്യക്തതക്കുറവ് താങ്കൾക്ക് തോന്നിയിരുന്നു? ശ്വേതയോട് സംസാരിക്കുമ്പോൾ ഞാൻ ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല. അതിനുശേഷം കാണാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു. നമ്മൾ ഇന്നലെയൊക്കെ വളരെ ബിസിയായ ദിവസമായിരുന്നു. ഇവിടെ നമുക്ക് ഐ ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഓഫീസിൽ. അപ്പം അതിന്റെ കുറെ തിരക്കുകൾ കഴിഞ്ഞ ശേഷമാണ് കുറച്ച്
കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്കൊക്കെ പോയത്. അതുകൊണ്ട് എനിക്ക് ഒന്നും ടൈം കിട്ടിയില്ല. ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല ശ്വേതനെ. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഓഫീസിലുണ്ടായിരുന്നു ശ്വേത സംസാരിക്കുന്നത്. എന്ത് പറഞ്ഞു അങ്ങനെ ഡീറ്റെയിലേക്ക് ഞാൻ പോയിട്ടില്ലായിരുന്നു, ശ്രദ്ധ കൊടുത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനെ കമന്റ് പറഞ്ഞു. ശ്വേത അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വേത പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്വേതനെ വിളിച്ച് ചോദിക്കണം കേട്ടോ. ഒരു കാര്യം കൂടി, അമ്മ ഈ വിഷയം വേണ്ടത്ര ഗൗരവത്തോടെ പരിഗണിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ അസോസിയേഷനിലെ ഒരു മെമ്പറായ സ്ഥിതിക്ക് ഞാൻ ആ വിശ്വാസത്തിലല്ലേ ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നത്, ഈ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഏതൊരു മെമ്പറിനും ഈ അമ്മ അസോസിയേഷന്റെ മെമ്പേഴ്സിനെ എന്താണ് സംരക്ഷിക്കേണ്ടത് ഈ അസോസിയേഷന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഇത് ഫോം ചെയ്തിരിക്കുന്നത് തന്നെ ഈ ഇതിലെ മെമ്പേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പൊ തീർച്ചയായിട്ടും അവിടെ അങ്ങനെ ഒരു നീതി ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും. അൻസിബ സംഘടനയിൽ നിന്ന് രാജിവെച്ചും മുന്നോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ രാജിവെച്ച് പിന്നോട്ട് പോവുകയാണോ, അൻസിബ മുന്നോട്ട് വരികയാണോ ചെയ്യേണ്ടത്? താങ്കളുടെ ഒരു അഭിപ്രായം എന്താ? ഇതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം, ഞാൻ പറഞ്ഞത് ഞാൻ ബൈലോസിൽ ഐ എം റെസ്ട്രിക്റ്റഡ് ബൈ മൈ ബൈലോസ്. അതുകൊണ്ട് ഇതിനെ കുറിച്ച് തന്നെ കൂടുതൽ പറയാം. ഞാൻ യെസ് ഓർ നോ ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞു, ഇതിൽ കൂടുതൽ എന്നോട് ചോദിക്കരുത്. ബിക്കോസ് ഞാൻ ബൈലോനെ റെസ്പെക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. യെസ് ഓർ നോ. ഒരു കാര്യം കൂടി, ഈ ടിനി ടോമിനെ കുറിച്ച് മുമ്പ് പരാതി കേട്ടിരുന്നോ ഇല്ലയോ? യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി. ഞാനൊരു EC മെമ്പറിനെ കുറിച്ചിട്ട് അങ്ങനെ ഞാൻ പറയാൻ പറ്റുന്നത്ര ഞാൻ പറഞ്ഞു. ഐ എം സോ സോറി. ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. യെസ്, താങ്ക് യു. നീന കുറുപ്പാണ് പറയുന്നത്. നീന കുറുപ്പിന് പറയുന്നതിന് ചില പരിമിതികളുണ്ട്. സംഘടനയാണ്, അവർ ആ സംഘടനയുടെ അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ കൃത്യമായി തന്നെ നീന കുറുപ്പ് പറയുന്നു, ഒരു കാര്യം വ്യക്തമാണ്, അമ്മ സംഘടനയ്ക്കകത്ത് വളരെ മോശമായ അനുഭവം ഉണ്ടായത് ആളുകൾ ഒന്നല്ല രണ്ടല്ല, അവർക്ക് അതിൽ കൂടുതൽ ആളുകൾക്ക് പരാതിയുണ്ട്. ഇതിൻ്റെ വാസ്തവം ആ സംഘടന അതിഗൗരവത്തിൽ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അതായത് ഇന്നലെ അമ്മ അധ്യക്ഷ ശ്വേതാ മേനോൻ പറഞ്ഞതുപോലെ അത്ര സിമ്പിളല്ല കാര്യങ്ങൾ, വളരെ ഗുരുതരമാണ്. അത് നേരത്തെ ഉയർന്ന പരാതിയാണ്. ഈ തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവമായി തന്നെ അത് പരിശോധിക്കപ്പെടേണ്ടി വരുമെന്ന വാസ്തവം കൂടിയാണ് പുറത്തു വരുന്നത്. അൻസിബ ഹസൻ ഉന്നയിച്ച പരാതികൾ ശരിവെക്കുന്നു നീന കുറുപ്പ്. തനിക്ക് നേരിട്ട് ബോധ്യമുള്ള ചില കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ കൂടുതൽ വ്യക്തത അവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നീന കുറുപ്പിന് തുറന്ന് പറയുന്നതിന് ചില പരിമിതികളുണ്ട്. അതാണ് അവർ സൂചിപ്പിച്ചത്. ഒരു പക്ഷേ വരുന്ന ഒരു അവസരത്തിൽ അത്രയും തുറന്ന് കാര്യങ്ങൾ അല്പം കൂടി വ്യക്തത വരുത്തി നീന കുറുപ്പ് പങ്കുവയ്ക്കുമെന്ന് കരുതാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അമ്മ സംഘടനയ്ക്കകത്ത് ഗുരുതരമായ ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൽ ചില തിരുത്തലുകൾ വേണ്ടിവരും, ചില നടപടികൾ വേണ്ടിവരും. ആ ഗൗരവം ഉണ്ടാകുമോ എന്ന കാര്യം കൂടിയാണ് വ്യക്തത വരേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.